ഇന്ന് നമ്മൾ ഷിമോഗ ജില്ലയിലെ സാഗര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ അഘോരേശ്വര ദേവാലയത്തിലേക്ക് യാത്ര തിരിച്ചു. സാഗര സിറ്റിയിൽ നിന്നും 6 കിലോമീറ്റർ ഉള്ളിലേക്ക് ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ഇക്കേരി എന്ന് ഈ ദേവാലയത്തെ അറിയപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് അഘോരേശ്വരൻ അല്ലെങ്കിൽ ശിവൻ. 1560 AD മുതൽ 1640 AD വരെ തലസ്ഥാന നഗരിയായി അറിയപ്പെട്ടിരുന്നു. അന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന നാണയത്തിന് ഇക്കേരി ഓഫ് പഗോഡ എന്നും അറിയപ്പെടുന്നു. പിന്നീട് തലസ്ഥാന നഗരി ബിദനൂർ നഗരയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. പാറയും ചെളിയും തടിയും ഉപയോഗിച്ചുള്ള നിർമ്മാണം. കെട്ടുപണികൾക്കായി ശർക്കര, ചുണ്ണാമ്പ് എന്നിവ ഉപയോഗിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് നന്ദി. പണ്ട് ടിപ്പു സുൽത്താൻ്റെ യുദ്ധകാലത്ത് ടിപ്പു ഇക്കേരി ദേവാലയവും നശിപ്പിക്കാൻ വരികയും നന്ദിയുടെ വാൽ മുറിക്കുകയും അതിൽ നിന്ന് ചോര വരുന്നത് കണ്ട് ഭയപ്പെട്ട് ഓടി രക്ഷപ്പെട്ടു എന്നാണ് മറ്റൊരു ഐതിഹ്യം. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം വടക്കു ദിശയിലേക്ക് അഭിമുഖമായി നിൽക്കുന്നു. 32 സ്ത്രീ സ്വരൂപങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും സ്ഥിതി ചെയ്യുന്നു. അതിനെ ശക്തിപീഠം എന്നും അറിയപ്പെടുന്നു. ശിവന് ഇടതായി ഗണേശനും സുബ്രഹ്മണ്യനും, വലത് മഹിഷാസുരമർദ്ദിനിയും ഭൈരവിയും കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം ഒരു ഒറ്റക്കല്ലിൽ തീർത്തത് ആയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് നവരംഗ കവാടം ഇല്ല എന്നുള്ളത്. ഓരോ കൊത്തുപണികളും നോക്കി വളരെ ശ്രദ്ധയോടെ ചെയ്തിരിക്കുന്നവയാണ്. ഓരോ കൊത്തുപണികളും കണ്ണഞ്ചിപ്പിക്കുന്നതും ആയിരിക്കുന്നു. ഇന്ന് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. ചുറ്റും വളരെ വൃത്തിയും ശുദ്ധിയോടും കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുമാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ നാട്ടിലെ ഈ അമ്പലം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.